ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഈ മഴ നിങ്ങളെ ആരെയും ഒരുപാടൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഞായറാഴ്ച, അതായത് 21-ാം തീയതി തിരിച്ചു പോകാൻ വിചാരിച്ചതാണ്. അപ്പം ഇവിടെ മഴയും കാര്യങ്ങളും പിന്നെ ഈ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ കർണാടകയിൽ. ഞങ്ങൾക്കും അതുപോലത്തെ ഒരു റൂട്ടിലൂടെയാണ് ഞങ്ങൾക്ക് ദാവൺഗിരിയിലേക്ക് പോകേണ്ടത്. പക്ഷേ ദാവൺഗിരി പോകുന്ന വഴിക്കല്ല, ആ ഷിരൂർ ദാവൺഗിരി പോകുന്ന വഴിക്കല്ല. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ ഇതുപോലെ പേടിപ്പെടുത്തുന്ന കുറേ സംഭവങ്ങൾ സംഭവിക്കാൻ പറ്റുന്ന വഴികളാണ് കേട്ടോ. കുറേ ചുരങ്ങളൊക്കെ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ 21-ാം തീയതി പോകാനിരുന്നതാണ്. പക്ഷെ അവിടുന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അശ്വിൻ വരാൻ വിചാരിച്ചതാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർക്കും ഒരു പേടി, ഇവിടുന്ന് ഞങ്ങളെ പറഞ്ഞു വിടുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരു പേടിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ 2-3 ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ പോകാനാണ് കേട്ടോ ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പം ബുധനാഴ്ച വ്യാഴാഴ്ച പോകാനുള്ളൊരു പ്ലാനാണ്. പക്ഷേ മഴയും അന്തരീക്ഷമൊക്കെ നോക്കിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുള്ളൂ. കാരണം കുഞ്ഞിനൊക്കെ കൊണ്ടുപോകുമ്പം ഒരു വല്ലാത്തൊരു പേടിയുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കൊണ്ടുപോകാനും. പിന്നെ ഇവിടെ വീട്ടിലേക്കാണെങ്കിലും ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനുണ്ടാകുമ്പോൾ അമ്മേനെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ രണ്ടാളും മടി പിടിച്ചിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ടൗണിലേക്കൊക്കെ വണ്ടി എടുത്ത് പോകാനൊക്കെ അച്ഛനും ഭയങ്കര മടിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്തായാലും പോകുന്നതിന് മുന്നേ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ 1 മാസത്തിൽ തിരിച്ചു വരും, അപ്പം അതിനുള്ള എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ അമ്മയ്ക്കും കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്തിറങ്ങി വാതിലടിച്ചപ്പോഴേക്കും ഭയങ്കര മഴ. അതുവരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. മഴ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ ഭയങ്കര മഴ വന്നു. അപ്പം ഞങ്ങൾ മഴയിൽ പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഇന്ന് പോകണം. നാളെ ഇന്ന് രാത്രി എനിക്ക് അറിയാൻ പറ്റുള്ളൂ നാളെ പോവില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഷോപ്പിംഗ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. എന്തായാലും പോകണം. പക്ഷെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങും കാര്യങ്ങളും പുറത്ത് പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ ആദ്യം വന്നത് കല്യാണിലേക്കാണ്. അമ്മയ്ക്ക് എന്തൊക്കെയോ സാധനം വാങ്ങിക്കാണ്ട് പറഞ്ഞു കല്യാണിന്. നമ്മൾ കല്യാണിൽ വന്നു. അങ്ങോട്ട് നടക്കാം. ഇവിടെ അടുത്ത് പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ദൂരെ വണ്ടി വെച്ചു, കാരണം ചില ദിവസങ്ങളിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കിട്ടില്ല. പിന്നെ അതിൻ്റെ താഴെയൊക്കെ പോയിട്ട് പാർക്ക് ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരം പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. അമ്മയും കണ്ണുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കല്യാണിൽ. അമ്മയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കതിലൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഹൈസ്കൂളിൽ മലയാളം പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട്, വസുമതി ടീച്ചർ. അപ്പം ഞാൻ ടീച്ചറിൻ്റെ മോളെയും കല്യാണിൽ വെച്ച് കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ടീച്ചർക്ക് എന്നെ ഓർമ്മയുണ്ട്. ഞാൻ പോയി സംസാരിച്ചപ്പോൾ ടീച്ചർക്ക് സന്തോഷമായി. പിന്നെ ടീച്ചറിൻ്റെ മോളും എൻ്റെ സീനിയറായിരുന്നു. അപ്പോൾ എനിക്ക് ആ ചേച്ചീനെ എനിക്കറിയാം. അപ്പോൾ എന്താ പറയുക, എന്നെ കാണുമ്പോൾ ടീച്ചർ എന്നെ ഓർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനുണ്ടല്ലോ ഇവിടുന്ന് +2 ഒക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ കുറേ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ ടീച്ചേഴ്സിനൊന്നും പിന്നീട് കണ്ടിട്ട് പോലില്ല. വളരെ കുറച്ച് പേര്, എനിക്കൊന്ന് 1-2 ടീച്ചേഴ്സിനെ മാത്രമേ ഞാൻ പിന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുള്ളൂ. കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ടീച്ചറെ ഒന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ടീച്ചർക്ക് ഒരു മാറ്റമില്ല. ടീച്ചർ അതുപോലെ ഉണ്ട്. ടീച്ചർ സാരിയിൽ നിന്ന് ചുരിദാറിലേക്ക് വന്നു എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ റിട്ടയർഡായി. ടീച്ചർ ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. കല്യാണിൽ വന്നത് എന്തായാലും എനിക്ക് മോശമായില്ല. എനിക്ക് ഞാനൊരു സാധനവും വാങ്ങിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ ടീച്ചറിനെ കാണാൻ പറ്റിയില്ല. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു വസുമതി ടീച്ചർ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്. അമ്മക്ക് നമ്മൾ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റിലയൻസിൽ വന്നിട്ടുള്ളത്. റിലയൻസിൽ ഓഫേഴ്സ് ഉണ്ടോ നോക്കണം. റിലയൻസിൻ്റെ സ്മാർട്ട് ബസാർ. ഏത് എന്തെടുത്താലും 49? അത് പാത്രങ്ങൾ അത് നല്ലതായിരിക്കുമോ? ഞാൻ ഒരു ചില്ലി ചിക്കൻ എടുത്താലോ? അത് വേണ്ട. ബോട്ടിൽ എന്തിനമ്മ? അമ്മ ഇത് വേണം നിങ്ങൾക്ക് ഡിറ്റർജൻറ്റ്? മെഷീനിൽ ഇടണ്ട. പുറത്തെന്തെങ്കിലും അലക്കണമെങ്കിൽ എടുക്കാലോ. പുറത്തെന്തെങ്കിലും അലക്കണമെങ്കിൽ എടുക്കാലോ. കത്തിയാ? കത്തിന്റെ സെറ്റിന് 99? നല്ല കത്തി ആയിരിക്കുമോ?
മൂർച്ചുണ്ടാവില്ലേ? വേണമെങ്കിൽ മേടിച്ചു. 99 ഉള്ളൂ. അമ്മ ഒരു കത്തി വാങ്ങിച്ചു. ഈ ഒരു ടിൻ ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ ഓർമ്മ വരുന്നു. കോൾഗേറ്റ് സൂപ്പർ രക്ഷക്. ഞാൻ നാളെയോ മറ്റന്നാളോ പോകുന്നതുകൊണ്ട് അധികം സാധനമൊന്നും വാങ്ങിച്ചില്ല ഞാൻ. പക്ഷേ ഈ ഒരു സംഭവം വാങ്ങിച്ചു കേട്ടോ. ഞാൻ ദാവൺഗിരിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് സംഭവം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു. കൺമണി അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങി. അപ്പോൾ അമ്മ അവളെ എടുത്തിട്ട് അങ്ങോട്ട് പോയി. കണ്ണു ഉറങ്ങിയത് എന്തായാലും നന്നായി, കാരണം അവൾ ഐസ്ക്രീം ചോദിച്ചിട്ട് കരയുന്നുണ്ട്. പക്ഷേ ചുമയായതുകൊണ്ട് ഇപ്പം ഞാൻ ഐസ്ക്രീമൊന്നും കൊടുക്കാറില്ല, അവൾക്ക് തണുത്ത് തോന്നും. അപ്പോൾ അവൾ ആ ഒരു സമയത്ത് ഈ ബില്ലിങ്ങിൻ്റെ അടുത്തല്ല ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ ഉള്ളത്, അവിടെ എത്തുമ്പോഴേക്കും അവൾ ഉറങ്ങി. അതെന്തായാലും നന്നായി. അമ്മ കുറച്ച് സാധനങ്ങൾ നനയ്ക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നിട്ട് അമ്മക്ക് വലിയൊരു ബില്ലാക്കി കൊടുത്തു. പക്ഷേ സമയം നല്ലൊരു മഴ വരുന്നുണ്ട്. 6 മണിയായിട്ടോ. നമ്മൾ പണ്ടൊന്നും ഇത്രയും ലേറ്റ് ആയിട്ടൊന്നും പുറത്ത് വരാനുണ്ടെന്നില്ല. പക്ഷേ ഇപ്പം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പുറത്തെല്ലാം പഠിക്കാൻ പോയതിന് ശേഷം നമുക്ക് അല്ലേ രാത്രിയിൽ കുറച്ച് ഇങ്ങനെ ലേറ്റ് ആയാലൊന്നും പ്രശ്നമില്ല അല്ലേ? പണ്ട് അമ്മക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അമ്മ ഒരു 5 മണിക്ക് വീട്ടിൽ കയറണം എന്നെല്ലാം പറയും അല്ലേ? എനിക്ക് പയ്യന്നൂർ വന്നു കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എനിക്കങ്ങനെ കാര്യമായിട്ട് ഞാൻ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ബിരിയാണി കഴിക്കാം. എന്നിട്ട് ഇവിടെ അതിന് വേണ്ടിയിട്ട് ഇവിടെ ബാംബു എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നേ. അപ്പം പണ്ട് എപ്പോഴും വരാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒന്ന് ബാംബുവിൽ വന്നു. അമ്മ പുറത്തുണ്ട്. കണ്ണൂർ ഉറങ്ങാൻ വേണ്ടിയിട്ടൊരു തൊട്ടിൽ കൊടുത്തിട്ടുണ്ട്. കണ്ണു ഉറങ്ങിപ്പോയി. കണ്ണു വൈകുന്നേരം ഉറങ്ങി. ഒരു തൊട്ടിൽ ഫാൻ ഓൺ ചെയ്തിട്ടില്ല അവർ. നമ്മുടെ സൂപ്പ് വന്നു. അമ്മക്ക് തൊണ്ടവേദനയും ചുമയൊക്കെ ആയതുകൊണ്ട് അമ്മക്കൊരു സൂപ്പ് വാങ്ങിച്ചു കൊടുത്തു. പുറത്ത് ഭയങ്കര മഴയാണ്. അപ്പം നമ്മുടെ ഫുഡ് വന്നു. അമ്മ ഇതൊന്നും ഈ കളറ് പനീർ ബട്ടർ മസാല, പക്ഷെ സാധാരണ കുറച്ചുകൂടെ ഓറഞ്ച് കളർ ഉണ്ടാവില്ലേ? ഞങ്ങളുടെ കുട്ടി ഷോപ്പിങ്ങും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണേ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു പുറത്ത് പോകുന്ന അമ്മയുടെയും കൺമണിയും കൂടിയുള്ള കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കുറേ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദാവൺഗിരിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇതൊക്കെ എനിക്ക് തന്നെ എടുത്ത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.